പുറമേന്ന് നോക്കുമ്പോൾ വളരെ ശക്തമെന്ന് തോന്നുന്ന ഒരു സാമ്രാജ്യം എങ്ങനെയാണ് ഉള്ളിൽ നിന്ന് തകരുന്നത് എന്ന് Iran, a unique endeavor. Women even playing soccer, symbol of a radical revolution. Prejudices. ഇതൊരു സാധാരണ ചരിത്രപാഠമല്ല, മറിച്ച് അധികാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഒരു ഭരണാധികാരി താഴേക്ക് വീണതിന്റെ നാടകീയമായ ഒരു നേർക്കാഴ്ചയാണ്. നമുക്ക് 1971 ഇറാനിലേക്ക് പോകാം. പുരാതന പേഴ്സിപ്പോളിസ് നഗരത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു ആഘോഷം നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരും പ്രസിഡന്റുമാരും വമ്പൻ നേതാക്കളുമെല്ലാം ആഡംബരപൂർണമായ കൂടാരങ്ങളിൽ ഒത്തുകൂടിയിരിക്കുന്നു. ആ ആഘോഷത്തിന് നടുവിൽ ഇറാന്റെ ഭരണാധികാരി മുഹമ്മദ് റസാ ഷാ പഹ്ലവി തന്റെ അധികാരത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുകയാണ്. ഈ ആഘോഷത്തിന് എത്ര രൂപ ചെലവായി എന്നറിയാമോ? ഏകദേശം $100 ദശലക്ഷം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇറാനിലെ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴാണ് ഇത്രയും ഭീമമായ തുക ഒരൊറ്റ ആഘോഷത്തിനു വേണ്ടി പൊടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുയർന്നു, ആർക്കു വേണ്ടിയായിരുന്നു ഈ മാമാങ്കം? ശരി, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ കടന്നു ചെല്ലാം. പേർഷ്യൻ രാജവാഴ്ചയുടെ 2500 വർഷം ആഘോഷിക്കാനാണ് ഈ വിരുന്ന് സംഘടിപ്പിച്ചത്. പക്ഷേ ഒരു വിരോധാഭാസം എന്താണെന്നാൽ ഈ ആഘോഷം തന്നെയാണ് ആ രാജവാഴ്ചയുടെ നാശത്തിന് വിത്തുപാകിയതും. കാരണം ഭരണാധികാരിയും സാധാരണ ജനങ്ങളും തമ്മിൽ എത്ര വലിയൊരു വിടവുണ്ടെന്ന് ഈ ഒരൊറ്റ സംഭവം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. അപ്പോൾ ഈ കഥയുടെ തുടക്കം ശരിക്കും ഷായിൽ നിന്നല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നാണ്. ഈ പഹ്ലവി രാജവംശത്തിൻ്റെ അടിത്തറ തന്നെ മാറ്റങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു പണിതത്. രാജവംശത്തിൻ്റെ സ്ഥാപകനായ റസാ ഷാ പാശ്ചാത്യവൽക്കരണം നിർബന്ധപൂർവ്വം നടപ്പിലാക്കുകയായിരുന്നു. സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നത് നിരോധിച്ചു, മതനേതാക്കളുടെ അധികാരം വെട്ടിക്കുറച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ പുരോഗമനപരമായി തോന്നാം, പക്ഷേ ഇറാന്റെ പരമ്പരാഗത സമൂഹത്തിൽ ഇത് വലിയൊരു മുറിവാണുണ്ടാക്കിയത്. അങ്ങനെ അച്ഛൻ തുടങ്ങിവെച്ച വഴിയെയാണ് മകൻ മുഹമ്മദ് റസാ ഷാ വരുന്നത്. അതെങ്ങനെയാണെന്നല്ലേ? രണ്ടാം ലോക മഹായുദ്ധസമയത്ത് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും കൂടി അച്ഛനായ റസാ ഷായെ പുറത്താക്കി. അങ്ങനെയാണ് ആ സിംഹാസനം മകന് കിട്ടുന്നത്. അപ്പോൾ 1953 ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമുണ്ടായി. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയായിരുന്നു മുഹമ്മദ് മുസാദിഖ്. അദ്ദേഹം ഇറാന്റെ എണ്ണ വ്യവസായം ദേശസാൽക്കരിച്ചു. ഇത് അമേരിക്കയ്ക്കും ബ്രിട്ടനും അത്ര പിടിച്ചില്ല. അതോടെ അമേരിക്കൻ ചാരസംഘടനയായ CIA ഇടപെട്ട് മുസാദിഖിനെ പുറത്താക്കി. അപ്പോഴേക്കും നാടുവിട്ടുപോയ ഷായെ അവർ തിരികെ കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തി. ഇതിന്റെ ഫലമെന്തായിരുന്നു? ഷായുടെ അധികാരം ഉറച്ചു, പക്ഷേ സ്വന്തം ജനങ്ങളുടെ കണ്ണിൽ അദ്ദേഹം വിദേശ ശക്തികളുടെ ഒരു പാവ മാത്രമായി മാറി. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ അട്ടിമറിക്ക് ശേഷം സ്വന്തം ജനങ്ങൾ ഷായെ എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? ഒരു സ്വതന്ത്രനായ ശക്തനായ ഭരണാധികാരിയായിട്ടോ അതോ മറ്റാരുടെയോ കളിപ്പാവയായിട്ടോ? ഇങ്ങനെ ഒരു പ്രതിച്ഛായയുമായി അധികാരത്തിൽ തിരിച്ചെത്തിയ ഷാ ഇറാനെ അടിമുടി മാറ്റാനും തന്റെ ഭരണം ഉറപ്പിക്കാനും വേണ്ടി ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചു. അതിന്റെ പേരായിരുന്നു ധവള വിപ്ലവം അഥവാ വൈറ്റ് റവല്യൂഷൻ. ഈ വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങൾ കണ്ടാൽ ആരുമൊന്ന് അത്ഭുതപ്പെട്ടു പോകും. കർഷകർക്ക് ഭൂമി, സ്ത്രീകൾക്ക് വോട്ടവകാശം, എല്ലാവർക്കും വിദ്യാഭ്യാസം, അങ്ങനെ പോകുന്നു വാഗ്ദാനങ്ങൾ. ലോകത്തിനു മുന്നിൽ ഇറാനെ ഒരു സൂപ്പർ മോഡേൺ രാജ്യമാക്കി മാറ്റുക, അതായിരുന്നു ഷായുടെ ലക്ഷ്യം. പക്ഷേ ആധുനികതയുടെ ഈ പുറമോടിക്ക് പിന്നിൽ 2 തരം ഇറാനുണ്ടായിരുന്നു. ഈ സ്ലൈഡ് അത് വ്യക്തമാക്കുന്നുണ്ട്. ഒരു വശത്ത് ടെഹ്റാൻ പോലെയുള്ള നഗരങ്ങളിൽ മിനി സ്കർട്ടും ഡിസ്കോ ക്ലബ്ബുകളുമൊക്കെയായി പാശ്ചാത്യ ജീവിതശൈലി. എന്നാൽ മറുവശത്തോ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്ന കടുത്ത ദാരിദ്ര്യവും മതപരമായ ചിന്തകളും ഉള്ളിൽ പുകയുന്ന അമർഷവും. ഈ 2 ലോകങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു. ഈ തിളക്കമുള്ള ചിത്രത്തിന് പിന്നിൽ വളരെ ഇരുണ്ട ഒരു സത്യമുണ്ടായിരുന്നു. അതിന്റെ പേരാണ് സാവാക്, ഷായുടെ അതിക്രൂരന്മാരായ രഹസ്യ പോലീസ്. സർക്കാരിനെതിരെ ഒരു ചെറിയ വിമർശനം ഉന്നയിച്ചാൽ മതി, അവരെ തേടി സാവാക്കെത്തും. പിന്നെ ജയിലും കൊടിയ പീഡനങ്ങളുമായിരിക്കും. അപ്പോ ഈ അടിച്ചമർത്തലിനും അസംതൃപ്തിക്കുമിടയിൽ നിന്ന് ജനങ്ങളുടെ ശബ്ദമായി ഒരാൾ ഉയർന്നു വന്നു. അന്ന് നാടുകടത്തപ്പെട്ട് കഴിയുകയായിരുന്ന മതപണ്ഡിതൻ ആയത്തുള്ള ഖൊമേനി. ഖൊമേനിയുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അമേരിക്കൻ ഡോളറിനു വേണ്ടി ഷാ നമ്മുടെ രാജ്യത്തെയും സ്വാതന്ത്ര്യത്തെയും ജനങ്ങളെയും വിറ്റിരിക്കുന്നുവെന്ന്. സാധാരണ ജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന അമർഷത്തിന് ശബ്ദം നൽകുകയായിരുന്നു ഈ വാക്കുകൾ. ഇന്നത്തെ പോലെ ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയയോ ഇല്ലാത്ത കാലമാണ്. അപ്പോൾ എങ്ങനെയാണ് ഖൊമേനിയുടെ സന്ദേശങ്ങൾ ഇറാനിലെത്തിയതെന്നറിയാമോ? സാധാരണ കസറ്റ് ടേപ്പുകളിലൂടെ.
അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത ടേപ്പുകൾ ഒളിച്ചുകടത്തി പള്ളികളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഒരു കാട്ടുതീ പോലെ അത് പടർന്നു. പിന്നെ 1978 ആയപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഒരു പത്രത്തിൽ ഖൊമേനിയെ അപമാനിച്ചെഴുതിയ ഒരു ലേഖനത്തിൽ നിന്നാണ് തുടക്കം. അത് ചെറിയ പ്രതിഷേധമായി. ആ പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടവരുടെ മരണാനന്തര ചടങ്ങുകൾ അതിലും വലിയ പ്രതിഷേധങ്ങളായി. പിന്നെ കറുത്ത വെള്ളിയാഴ്ച വന്നു. അന്ന് സൈന്യം ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചു. 100 കണക്കിന് ആളുകൾ മരിച്ചു. അതോടെ വിപ്ലവത്തിന്റെ തീ ആളിക്കത്തി. പിന്നത് അണയ്ക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇനി നമ്മൾ കാണുന്നത് ഷായുടെ അവസാന നാളുകളാണ്. ഒരു വശത്ത് രാജ്യത്തിന്റെ നിയന്ത്രണം കയ്യിൽ നിന്ന് പോകുന്നു, മറുവശത്ത് അതുവരെ രഹസ്യമാക്കി വെച്ചിരുന്ന ക്യാൻസർ രോഗം അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും തളർത്തുന്നുണ്ടായിരുന്നു. അവസാനം 1978 നവംബറിൽ നിസ്സഹായനായ ഷാ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ വിപ്ലവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടിരിക്കുന്നു. പക്ഷേ ആ തിരിച്ചറിവ് ഒരുപാട് വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും ചരിത്രം വേറെ വഴിക്കാണ് സഞ്ചരിച്ചു തുടങ്ങിയത്. അങ്ങനെ 1979 ജനുവരി 16 ആ ദിവസം വന്നെത്തി. ഇറാന്റെ അവസാനത്തെ ചക്രവർത്തി കണ്ണീരോടെ സ്വന്തം വിമാനം പറത്തി ആ മണ്ണിൽ നിന്ന് യാത്രയായി. പിന്നീട് ഒരിക്കലും തിരിച്ചുവരാത്ത ഒരു യാത്ര. അദ്ദേഹത്തിന്റെ ആ ഒരു പലായനത്തോടെ അവസാനിച്ചതെന്താണെന്നറിയാമോ? 2500 വർഷം നീണ്ടുനിന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ പേർഷ്യൻ രാജവാഴ്ചയുടെ ചരിത്രമാണ്. അത്രയും വലിയൊരു മാറ്റമായിരുന്നു അത്. അപ്പോൾ ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണ്? ഒരു നേതാവ് സ്വന്തം ജനങ്ങളെ മറക്കുമ്പോൾ, അവരുടെ ശബ്ദം കേൾക്കാതെ വരുമ്പോൾ പുരോഗതി എന്ന് പറയുന്നതിന് എന്ത് വിലയാണുള്ളത്? ഒരുപക്ഷെ പഹ്ലവി രാജവംശത്തിന്റെ പതനം ഈ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരം കൂടിയാണ്.